അങ്ങനെ താവളമടിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി അവർ അവിടെ കുഴി കുഴിച്ച് വെള്ളം ശേഖരിച്ചു. ഈ സമയത്ത് സഅദ് ബിന് മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, പ്രവാചകരെ, ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി ഒരു കൂടാരം ഒരുക്കുന്നുണ്ട്. താങ്കൾ അതിൽ ഇരിക്കണം. ഒരു ഒട്ടകത്തെയും ഞങ്ങൾ ഒരുക്കി വെക്കും. എന്നിട്ട് ഞങ്ങൾ ശത്രുക്കളെ നേരിടും. അള്ളാഹു ശക്തി നൽകുകയും വിജയം പ്രദാനം ചെയ്യുകയുമാണെങ്കിൽ അതാണ് നാം ആഗ്രഹിക്കുന്നത്. ഇനി അതല്ല മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ താങ്കൾ ആ ഒട്ടകപ്പുറത്ത് കയറി പിൻനിരയിലുള്ള നമ്മുടെ ആളുകളോടൊപ്പം ചേരണം. വലിയൊരു വിഭാഗം ജനങ്ങൾ മദീനയിൽ ശേഷിക്കുന്നുണ്ട്. പ്രവാചകരെ, അവർക്ക് താങ്കളോടുള്ള സ്നേഹം ഞങ്ങളുടേതിനേക്കാൾ ഒട്ടും കുറവല്ല. താങ്കൾക്കൊരു യുദ്ധത്തെ നേരിടേണ്ടി വരുമെന്ന് ഊഹിക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ അവരാരും അവിടെ അവശേഷിക്കുകയില്ലായിരുന്നു. അവരെക്കൊണ്ട് അള്ളാഹു താങ്കളെ സംരക്ഷിക്കും. താങ്കളോടൊപ്പം അവർ സമരം ചെയ്യും. മുസ്ലിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കരുതൽ, അദ്ദേഹത്തിനോടുള്ള തീവ്രമായ സ്നേഹം, കറയറ്റ ആത്മാർത്ഥത, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണിത്. ഖുറൈശികൾ തങ്ങളെക്കാൾ 3 ഇരട്ടി വരും എന്നവർക്കറിയാം. യുദ്ധം ചെയ്താൽ ഭൗതികമായ യാതൊരു നേട്ടവും ഉണ്ടാകാനില്ല. ഖുറൈശി സംഘത്തിന് 100 കുതിരപ്പടയാളികളാണുള്ളത്. അതേസമയം മുസ്ലിങ്ങൾക്ക് ആകെ 2 പടയാളികൾ മാത്രമാണുള്ളത്. സുബൈർ ബിൻ ലവ്വാം റളിയല്ലാഹു അൻഹുവും മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉറച്ചു നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. ഇതേസമയം ഖുറൈശികൾ യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ എല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ്. മുസ്ലിങ്ങൾ 300 പേർ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചാരന്മാരിൽ നിന്നും അറിഞ്ഞിരിക്കുന്നു. യുദ്ധത്തിന്റെ തലേദിവസം രാത്രിയിൽ മുസ്ലിങ്ങൾ പ്രാർത്ഥനാ നിരതരായി കഴിയുമ്പോൾ അപ്പുറത്ത് ഖുറൈശി താവളത്തിൽ മദ്യപാനവും ആഘോഷങ്ങളുമൊക്കെയാണ്. ആ രാത്രിയിൽ മഴ പെയ്യുകയാണ്. അത് മുസ്ലിങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കിക്കൊടുത്തു. അടുത്ത ദിവസം റമളാൻ 17 ഹിജറ 2 റമളാൻ 17 പ്രഭാതത്തിലാണ് ബദർ യുദ്ധം നടക്കുന്നത്.